എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്ത് നല്ലൊരു 3 BHK വീട്. അതാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം 5-6 വില്ലകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണാം, വൈഡ് ആയിട്ടുള്ള റോഡാണ്. ഈ ടാർ റോഡിന് ശേഷം വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലും കൂടെ നമുക്കിനി ഇന്റർലോക്കിംഗ് ടൈല് വിരിക്കാനുണ്ട്. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ബസ് റൂട്ടിനോട് നമുക്ക് ഏകദേശം 700 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 12 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 13, ആലുവയിലേക്ക് 9 കിലോമീറ്റർ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നോക്കുവാണെങ്കിൽ 15 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.75 സെന്റിൽ 1780 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഭംഗിയുള്ള ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നിങ്ങൾക്ക് കാണാം സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, മെയിൻ 2 പില്ലറുകളിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റും നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ട് നമുക്ക് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് വെച്ചിരിക്കുന്നത്. വീടിന് നല്ലൊരു എലിവേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, ഡിസൈനുകൾ വരുന്നുണ്ട്, ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മോഡലിൽ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കടന്നാൽ നിങ്ങൾക്ക് മുറ്റം കാണാം. നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ സ്റ്റോൺസ് വിരിക്കാനുള്ള ആ ടൈലൊക്കെ വിരിക്കാനുള്ള വർക്കും കൂടെയൊക്കെയാണ് പെയിന്റിംഗ് ഉള്ളത്. കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വാഹനത്തിന്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പോർച്ച് അറിയാൻ പറ്റും. 16 അടി നീളവും 8 അടി വീതിയുമാണ് പോർച്ചിന് അളവ് വരുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതൊരു കാർ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തും കൂടെ പാർക്ക് ചെയ്യാവുന്നതാണ്. സോ ടോട്ടൽ നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കോർണർ പോർഷനിലൊക്കെ ചെടി നടാനായിട്ട് പ്ലാൻ ബോക്സും അറേഞ്ച് ചെയ്യുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണർ കിട്ടുന്നുണ്ട്. നല്ല കിണർ വെള്ളമാണ് ഓപ്ഷനായിട്ട് നിങ്ങൾക്കുള്ളത്. KWയുടെ പോട്ടറും കൂടിയാണ്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും മെറ്റൽ ചിപ്പുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്കിനി ഇവിടെ ടൈല് കാര്യങ്ങളൊക്കെ വിരിക്കാനുള്ളതാണ്. ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസിലെല്ലാം തന്നെ നമുക്ക് ടൈലുകൾ വിരിക്കാനുള്ള വർക്കുകളാണ് പെയിന്റിംഗ് ഉള്ളത്. വീടിന്റെ സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു 2 അല്ലെങ്കിൽ 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്, വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയുള്ള ഡോർ ഇതുപോലെ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ട ഫ്രണ്ട് ഡോർ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മരങ്ങളൊക്കെ ആഞ്ഞിലയിലും മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള നല്ല വലിയൊരു ലിവിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 16.5 അടി നീളവും 10 അടി വീതിയുമുള്ള വലിയ ലിവിംഗ് സ്പേസ് ആണ്. വലിയ ലിവിംഗ് സ്പേസ് ഉള്ള വീടുകൾ നമുക്ക് കുറവാണ് കിട്ടുന്നത്. വിൻഡോസ് നിങ്ങൾ നോക്കിക്കോളൂ. ചുറ്റിലും ധാരാളം വിൻഡോസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വളരെ ചെറിയ വർക്കുകൾ മാത്രമാണ് വരുന്നത്. LED സ്ട്രിപ്പുകളും അതുപോലെ ആവശ്യത്തിന് മാത്രമാണ് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV വെക്കാൻ അറേഞ്ച്മെന്റ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ പാനലിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലിയ ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ വാഷ് ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വാഷ് ഏരിയ, അത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ജെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. മുകളിലും LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ഹാളും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 13.5 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് ധാരാളം വിൻഡോസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ക്രോക്കറി ഷെൽഫ് കൂടി കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോറുകളും കൊടുത്തിട്ട് താഴെയാണെങ്കിലും കബോർഡ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് അതിനകത്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാലും കാണാം ചെറിയ LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് സ്റ്റെപ്പുകളിൽ കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കിക്കോളൂ. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കാണുന്ന റൂഫിൽ നല്ല ഭംഗിയായിട്ടാണ് ഒരു ഷാൻലിയർ ഹാങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടഫന്റെ ഗ്ലാസ് ഇട്ടൊരു ചെറിയ സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ ഭംഗിയായിട്ട് വുഡൻ ഔട്ട് ഫ്രെയിമിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമ്മൾക്ക് അവിടെ കിട്ടുന്നുണ്ട്.
കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നല്ല ഭംഗിയായിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ്സും ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ തന്നെയാണ്. താഴെയും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഗ്രേ കളർ ടൈലും അതിന് മാച്ച് ആയിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം കിച്ചൺ ക്യാബിനറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3 ലെയറുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും നമുക്ക് ഇവിടെ ഒരു ഫാൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 2 സിംഗിൾ വിൻഡോസ് ഇവിടെയും ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായ ഒരു ഡിസൈനിലെ കോർണർ പോർഷനിലൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. അതുകൂടാതെ ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയിലാണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കയറി വന്ന സ്റ്റെപ്സിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ഷാൻലിയർ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. മിഡിൽ പോർഷനൊക്കെ റൊട്ടേറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഹാൾ ഇവിടെ കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള സ്പേസിന് ചുറ്റിനും നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ഡോർ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെയും ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ ചെയ്ത ഒരു റൂം പോലെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ബാൽക്കണി നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ട് വലിയൊരു ബാൽക്കണി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നിറയെ സ്പേസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂം സൈസ് 13.5-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നിറയെ വിൻഡോസ് നമുക്ക് ഇവിടെ എല്ലാ സൈഡിലും തന്നെ കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും ചെറിയ വർക്കുകളാണ് വരുന്നത്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫിറ്റിങ്ങും കിട്ടുന്നുണ്ട്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളിലെല്ലാം തന്നെ സെയിം ഒരു കളർ കോമ്പിനേഷനിലെ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ചെയ്തിരിക്കുന്നത്. റൂഫ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ള എയർ ഹോൾസും ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വിൻഡോസും നമുക്ക് എല്ലാ സൈഡിലും തന്നെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്ത്. അത് നമുക്ക് കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ എല്ലാ ബാത്റൂമുകളും ഒരേ ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 700 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം 5-6 വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ സ്വന്തമാക്കാവുന്ന വീടാണ്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.75 ആണ്. സ്ക്വയർ ഫീറ്റ് 1780. 3.75 സെന്റിൽ 1780 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും സെപ്പറേറ്റ് ആയിട്ടൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും വെൽ വാട്ടറും അവൈലബിൾ ആണ്. 82 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീട് ഫിനാൻസ് ഉൾപ്പെടെ മാർബിൾ ഹോംസിൽ നിന്നും സ്വന്തമാക്കാവുന്നതാണ്. 82 lakhs എന്നുള്ള പ്രൈസ് മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.